മൈൽസ് എന്ന ഈ കഥ ആരംഭിക്കുന്നത് ഒരു വീഡിയോ വിഷ്വൽ നമ്മളെ കാണിച്ചുകൊണ്ടാണ്. അതെനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഒരു വ്യക്തി, ഒരാണ് ഫുൾ നേക്കഡ് ആയിട്ട് ഒരു റൂമിൽ ചെന്ന് നിൽക്കുന്നതാണ് ആദ്യം കാണുന്നത്. അവൻ്റെ കൈകൾ ഇരു സൈഡിലേക്ക് ഉയർത്തുമ്പോൾ ലൈറ്റ്സ് എല്ലാം ഓഫായിട്ട് പെട്ടെന്ന് ഉച്ചത്തിൽ അലറി വിളിക്കുന്ന ശബ്ദം ഉണ്ടാവുകയും അവിടെ അത്ര നേരം നേക്കഡായിട്ട് നിന്ന ആ വ്യക്തി, ആ പുള്ളിക്കാരൻ താഴെ വീണ് പോകുന്നുണ്ട്. അവൻ നിന്ന ആ ഒരു ചുറ്റുപാട്, ആ മുറിയിലെ വോൾസിലെല്ലാം ഇങ്ങനെ രക്തനിറത്തിൽ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ചില ആളുകളുടെ പേരുകൾ, ചില ലെറ്റേഴ്സ്, ആരൊക്കെയോ എപ്പോഴോ പറഞ്ഞ വാക്കുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ടി വിയിലൂടെ ഇങ്ങനെ കാണുകയാണ് നമ്മുടെ മേരി. ഈ കഥയിലെ നമ്മുടെ ഹീറോയിനാണ് മേരി. ഇത്രയും കണ്ടിട്ട് പുള്ളിക്കാരി ഈ കാസറ്റ് എടുത്തുകൊണ്ട് പുള്ളിക്കാരുടെ അസിസ്റ്റന്റിനെ കാണിച്ചിട്ട്, മേലാൽ ഇമാതിരി വീഡിയോസ് ഒന്നും എൻ്റെ ഡെസ്കിലേക്ക് അയച്ചേക്കല്ലേ, ഓരോരോ ഉടായ്പ വീഡിയോസ് കാണാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുന്നു. കട്ട് ചെയ്താൽ കുറേ നാളുകൾക്ക് ശേഷം, അന്ന് ഈ കാസറ്റ് ഫേക്ക് ആണ്, കാസറ്റിൽ കാണിച്ച വിഷ്വൽസ് ഒക്കെ ഉടായ്പാണെന്ന് പറഞ്ഞ മേരി ആവട്ടെ ഇപ്പൊ താണ്ടേ അന്ന് ആ വിഷ്വലിൽ നേക്കഡായിട്ട് ആക്ട് ചെയ്ത പുള്ളിക്കാരുണ്ടല്ലോ, അങ്ങേരുടെ കൂടെ കുറെ ആളുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവന്റെ പേരാണ് സൈമൺ. ഇപ്പൊ ഇരുവരും ഇവരുടെ ലൈഫിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ഇവിടെ വന്നിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുവാണ്. നമ്മുടെ മേരിക്ക് ഒരു മകനുണ്ടായിരുന്നു, മൈൽസ്. ചെറിയ പ്രായത്തിൽ തന്നെ മാറാരോഗം വന്ന് പയ്യൻ മരണപ്പെടുമെന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തി. അപ്പോഴാണ് അവന്റെ അച്ഛൻ അവനെ തേടിയെത്തുന്നത്. മേരി ആ പുള്ളിക്കാരനെ വിവാഹം ചെയ്തിട്ടൊന്നുമില്ല, ബട്ട് മേരിയുടെ മകന്റെ അച്ഛനാണ്. തന്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് അവനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഓടി വന്നതാണ് പുള്ളിക്കാരൻ. പക്ഷെ മേരി സമ്മതിക്കുന്നില്ല. ബിക്കോസ് അന്ന് മേരി പ്രഗ്നന്റ് ആയപ്പോൾ മൈൽസ് മേരിയുടെ വയറ്റിലുള്ള സമയത്ത് ഇങ്ങേരാവട്ടെ അവളെ അബോർഷൻ ചെയ്യാൻ ഒരുപാട് നിർബന്ധിച്ചിരുന്നു. എന്നിട്ടും ഇങ്ങേറെ നിർബന്ധമൊന്നും വകവെക്കാതെ നമ്മുടെ മേരി മൈൽസിനെ പ്രസവിച്ചു. അവനെ ഇവിടെ വരെ വളർത്തി വലുതാക്കി. ബട്ട് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മൈൽസിന് ഇത്ര മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. മരിക്കുന്നതിന് മുമ്പ് മൈൽസ് മേരിയോട് മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അതിനവളാവട്ടെ നമ്മൾ എന്നേക്കുമായി ഉറങ്ങുകയായിരിക്കും, ഒരു സ്ലീപ്പിംഗ് കണ്ടീഷനിലായിരിക്കും എന്നാണ് മറുപടി പറയുന്നത്. ദെൻ മൈൽസ് മരണപ്പെട്ടു. അതിനൊക്കെ ശേഷം കുറച്ചധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മേരി വീണ്ടും അവളുടെ ജോലിക്ക് ചെല്ലുന്നത്. പുള്ളിക്കാരി ഒരു കോളേജിൽ പ്രൊഫസറാണ്. അവളുടെ ഓഫീസിൽ ചെന്ന് കയറിയപ്പോൾ അവിടെ ഓൾറെഡി സൈമൺ ഇരിപ്പുണ്ട്. സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കണ്ടില്ലേ, ആ വിയേർഡ് ആയിട്ടുള്ള വീഡിയോ അയച്ചു കൊടുത്ത സൈമൺ, ഫുൾ നേക്കഡായിട്ട് വന്ന അതേ പുള്ളിക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. ഫസ്റ്റ് ടൈം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മേരി പറയുന്നുണ്ടായിരുന്നത് ഫുൾ ഉഡായിപ്പാണ്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലെന്ന്. എന്നാൽ സൈമൺ ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നതാവട്ടെ, ആ വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊക്കെ സത്യമാണ്, അതൊക്കെ ആത്മാക്കളുടെ പണിയാണ്, ഇവൻ ആത്മാക്കളോട് സംസാരിക്കാൻ പറ്റും, അവരുടെ മെസ്സേജസ് റിയൽ വേൾഡിൽ എത്തിക്കാൻ പറ്റും എന്നൊക്കെയാണ്. മേരി വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇമാതിരി ചീപ്പ് ഡ്രാമയ്ക്കൊന്നും എന്നെ കിട്ടത്തില്ല, നീ സ്ഥലം കാലിയാക്കെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ഇവളുടെ മകനോട് പോലും ഇവൻ സംസാരിക്കുന്നുണ്ടെന്ന്, സൈമൺ സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നു. മൈൽസിന്റെ കാര്യമൊക്കെ പറഞ്ഞതോടെ മേരിയും ഏറെക്കുറെ കൺവിൻസ്ഡ് ആയി. ഇവന്റെ അവസരം കൊടുക്കാമെന്ന് അവൾ തീരുമാനിച്ചു. ആദ്യം അവർക്ക് അയച്ചു കൊടുത്ത ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ അതുപോലെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സൈമണും ചെയ്യാൻ തയ്യാറായി. അങ്ങനെ സൈമൺ ഫുൾ നേക്കഡായിട്ട് ആ ഒരു ആക്ട് വീണ്ടും ചെയ്യാനായിട്ട് വന്നു. മേരി അവനെ വിശദമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഉഡായിപ്പുണ്ടോ എന്ന് അവന്റെ ബോഡി മൊത്തം പരിശോധിക്കുന്നുണ്ട്. ദെൻ ടെസ്റ്റ് തുടങ്ങാൻ സമയമായി. അപ്പോൾ സൈമൺ ഇവരോട് പറയുന്നുണ്ട്, ഇത് ഇരുട്ടത്ത് മാത്രമേ സാധ്യമാകത്തുള്ളൂ, ഒന്നുകിൽ നിങ്ങളായിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് തരണം, അല്ലെന്നുണ്ടെങ്കിൽ അവരായിട്ട് ലൈറ്റ് ഓഫ് ചെയ്യും. ഏതവര്, ആര് വന്ന് ലൈറ്റ് ഓഫ് ചെയ്യുമെന്ന് എന്ന് ചോദിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ലൈറ്റ് മൊത്തം ഓഫായി. സൈമണുള്ള ആ റൂമിനകത്തുനിന്ന് അലറി വിളിക്കുന്ന വലിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ആക്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സൈമൺ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടായേക്കാം, പല ആളുകൾ ഉച്ചത്തിൽ അലറി വിളിക്കുന്ന പോലെ ഭയങ്കര വിയേർഡായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടായേക്കാം, എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ കേട്ടാലും ഒരു കാരണവശാലും അവനുള്ള റൂമിലേക്ക് ആരും ചെല്ലരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഫസർ മേരിയും അവരുടെ കൂടെയുള്ള ഈ ടെസ്റ്റ് കാണാൻ വന്ന സ്റ്റുഡൻസ് ആരും തന്നെ ആ റൂമിലേക്ക് പോകുന്നില്ല. ആ ആക്ട് അവസാനിക്കാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ആക്ട് അവസാനിച്ച് കഴിഞ്ഞ് ലൈറ്റ് എല്ലാം ഓണായി വരുമ്പോഴാവട്ടെ, ഇത്രയും നേരം സൈമൺ ഉണ്ടായിരുന്ന ആ റൂമിൽ ഫുള്ള് കുറേ എഴുത്തുകൾ അവിടുത്തെ ഭിത്തികളിലെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അതും ബ്ലഡ് യൂസ് ചെയ്ത് റെഡ് കളറിൽ. ഇപ്പൊ സൈമൺ ആവട്ടെ താഴെ വീണ് പിടയുകയാണ്. എത്രയും വേഗം അവനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് മേരി അകത്ത് നിന്ന് നോക്കുമ്പോഴാവട്ടെ, ആ വോൾസിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു എഴുത്തെന്ന് പറയുന്നത് ഞാൻ ഉറങ്ങുകയല്ല അമ്മ എന്നായിരുന്നു. അങ്ങനെ മേരിക്കും ഇതിലെല്ലാം വിശ്വാസമാവുകയാണ്. തന്റെ മകൻ മൈൽസ് ആണ് അവിടെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവള് മൈൽസിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, മരണം എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ഉറക്കമാണെന്ന്. ആ ഒരു ആക്ടിന് ശേഷം സൈമണ് ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ വീണ്ടും പഴയ പോലെ ആക്റ്റീവായി വരുന്നുണ്ട്. ദെൻ മേരിയെ മീറ്റ് ചെയ്ത് അവളുടെ മകനെ പറ്റിയൊക്കെ സംസാരിച്ച്, ആത്മാക്കളെ പറ്റിയും അവരുടെ ലോകത്തെ പറ്റിയും ഒക്കെ സംസാരിച്ച് ഇവനറിയാവുന്ന കാര്യങ്ങളൊക്കെ അവളോട് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരുമാതിരി വിശ്വസിക്കാൻ പറ്റാത്ത കഥകൾ, ഇമാതിരി കഥകളൊക്കെയാണ് ഇവൻ പറയുന്നതെന്നുണ്ടെങ്കിലും മേരിക്ക് വിശ്വസിക്കാല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ലോജിക്കിന് നിരക്കാത്ത കാര്യങ്ങളാണ് സൈമൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഇവൻ പറയുന്നതിലൊക്കെ എന്തോ ഒരു കാര്യമുണ്ട്, ഇവൻ ഇങ്ങനെയുള്ള ശക്തികളൊക്കെ ഉണ്ടെന്ന് ഇവളും വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ അവർ തമ്മിൽ റിലേഷൻഷിപ്പിലായി. പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. ഏതാണ്ട് 1 വർഷത്തോളം കഴിഞ്ഞുപോയി. സൈമണിന് അമാനുഷികമായിട്ടുള്ള ശക്തികളുണ്ട്, അറിവുകളുണ്ട്. അവന്റെ ഈ അറിവുകളൊക്കെ അവൻ ഇവളോട് പറയുമ്പോൾ ഇവൾ അത് സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത്, സയൻസുമായിട്ട് കമ്പൈൻ ചെയ്ത് ആലോചിക്കും. ഇവന്റെ അറിവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന പോലെ, ക്വാണ്ടം ഫിസിക്സിനെ പറ്റിയും അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും സൈമൺ പറയുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാവുന്ന പോലെ, അല്ലെങ്കിൽ അവൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യുവാണ്. സൈമണിന് അറിയാവുന്ന കാര്യവും താൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടെ കമ്പൈൻ ചെയ്താൽ ഒരു നല്ല ഭാവിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു തോന്നൽ അവളുടെ മനസ്സിൽ വന്നു. അറിവുകളും പഠനവും കൊണ്ട് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതിന് പണം വേണം, ഇൻവെസ്റ്റേഴ്സ് വേണം. ഇൻവെസ്റ്റേഴ്സിന് ഇവരുടെ ഐഡിയാസ് ഷെയർ ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ നടത്തുന്നത്. മേരിയും സൈമണും കണ്ടുമുട്ടിയതും അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യവും സൈമൺ പറയുന്ന ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ഇവരുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുവാണ്. എന്നാൽ മേരി ഇവിടെ പറയാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്നാൽ മേരിയുമായിട്ട് സൈമൺ റിലേഷൻഷിപ്പിലായി അങ്ങനെ അവർ നല്ല രീതിയിൽ മുന്നോട്ട് വരുമ്പോഴാണ് ഇവന്റെ അവിഹിതം മേരി കണ്ടുപിടിക്കുന്നത്. മേരിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു
സ്ത്രീയുമായിട്ട് സൈമൺ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. മേരി ഇത് കണ്ടുപിടിച്ചതും സൈമൺ ആകെ അങ്ങ് പൊളിഞ്ഞു. മേരി എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് കരുതി കാത്തിരിക്കുമായിരുന്നു ഇവൻ. മേരിയുമായിട്ട് ഇവൻ റിലേഷൻഷിപ്പിലായത് തന്നെ ഒരു വലിയ പ്ലാനിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഇവൾക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതായത് നമ്മുടെ മേരിയുടെ മകൻ മൈൽസ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ മേരിയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളുടെ സ്വത്താണ് ലക്ഷ്യം. അതിനാദ്യം മൈൽസ് യൂസ് ചെയ്തത് മേരിയുടെ എക്സിനെയാണ്, അതായത് മൈൽസിന്റെ അച്ഛനെ. അങ്ങേരിലൂടെ മൈൽസിന്റെ രോഗത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കി. മൈൽസിന് ലുക്കീമിയാണ്, അധികാലം ജീവനോടുണ്ടാവത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മൈൽസ് അവസാനമായിട്ട് മേരിയോട് സംസാരിച്ച കാര്യങ്ങൾ വരെ അങ്ങനെ അവിടെയുള്ള വർക്കേഴ്സിലൂടെയൊക്കെ മനസ്സിലാക്കി ഇവളെ മീറ്റ് ചെയ്ത് ഇവന് പവേഴ്സ് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച്, അതായത് ആത്മാക്കളോട് സംസാരിക്കാൻ പറ്റും, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഇവളുടെ മുന്നിൽ വെച്ച് തന്നെ അങ്ങനെയുള്ള ആക്ട് നടത്തി. ആ ആക്ട് മൊത്തം ഉടായിപ്പായിരുന്നു. എല്ലാം ഇവന്റെ പ്ലാനായിരുന്നു. പ്രൊഫസറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ ചാക്കിലാക്കി കറക്റ്റ് സമയത്ത് ലൈറ്റ് ഓഫ് ആക്കിപ്പിച്ച് ആ റൂമിൽ വെച്ചിരുന്ന ഒരു സ്പീക്കറിലൂടെയാണ് വലിയ തരത്തിൽ അലറി വിളിക്കുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ആ മുറിയിൽ അപ്പിയറായ എഴുത്തുകൾ അതൊക്കെ ഇവൻ ഓൾറെഡി ആ മുറിയിൽ കയറി എഴുതിയിട്ടുണ്ടായിരുന്നു, ഫെനോഫ്തലൈൻ യൂസ് ചെയ്ത്. ആ ഒരു ആക്ട് നടക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആയപ്പോൾ സൈമൺ എന്താണ് അകത്ത് ചെയ്യുന്നതെന്ന് ഇവർക്ക് ആർക്കും കാണാൻ പറ്റിയില്ലല്ലോ. നേരത്തെ തന്നെ ആ റൂമിൽ ഇവർ അമോണിയ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഓഫ് ആയ സമയത്ത് അമോണിയ എടുത്ത് അവിടെ മൊത്തം സ്പ്രേ ചെയ്ത് അങ്ങനെയാണ് ആ എഴുത്തുകളെല്ലാം അവിടെ വിസിബിൾ ആക്കിയത്. ഇതെല്ലാം ഇൻവെസ്റ്റേഴ്സിന്റെ പണം മോഹിച്ച് ഇവൻ ചെയ്ത് കൂട്ടിയതാണ്. മേരിയുമായിട്ട് ചേർന്ന് ഇങ്ങനെ സയൻസിൽ അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് വെറുതെ കോൺഫിഡൻസ് കൊടുത്ത് അവരുടെ പണം സ്വന്തമാക്കുക, മേരിയുടെ പണം സ്വന്തമാക്കുക, സ്വത്ത് മാത്രമായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് മേരി അവന്റെ ചെപ്പക്കുറ്റിക്ക് ഒറ്റ അടി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇവനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇവൻ ചെയ്ത ഈ ഉടായ്പൊക്കെ പുറത്തു പറഞ്ഞാൽ ഇവൻ മാത്രമല്ല മേരിയും ജയിലിൽ പോകും. ബിക്കോസ് ഇവർ രണ്ടുപേരും കൂടാണ് ഇൻവെസ്റ്റേഴ്സിനോട് സംസാരിച്ചേക്കുന്നത്. പലതവണ ഇൻവെസ്റ്റേഴ്സിനോട് സംസാരിച്ചു, പലരും ഫണ്ട് റേസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ തുടർച്ചയായിട്ട് ഇൻവെസ്റ്റേഴ്സിനോട് ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഇടയ്ക്കിടെ മീറ്റിംഗ്സ് നടത്തി ഇവരുടെ പ്ലാൻ ഷെയർ ചെയ്ത് കൂടുതൽ ഫണ്ട് റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം പീരീഡാണ്. മേരിയായിട്ട് സത്യങ്ങളൊക്കെ പുറത്തിറക്കാൻ പോയാൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. ഇങ്ങനെ ആകെ പെട്ട് പണ്ടാറടങ്ങിയിരിക്കുന്ന സമയത്താണ് ശരിക്കും അമാനുഷികമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നത്. ആകെ വിഷമിച്ച് മേരി നമ്മുടെ മൈൽസിന്റെ റൂമിൽ വന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഇരിക്കുന്ന ഒരു കുട്ടി ബോർഡിൽ ബ്രിങ് ഹിം ടു അസ് എന്ന് എഴുതി വരുന്നത്. ഇവള് നോക്കുമ്പോൾ ആരാണ് എഴുതുന്നതെന്ന് കാണാൻ പറ്റത്തില്ല. തനിയെ ബോർഡിൽ അങ്ങനെ തെളിഞ്ഞു വരുന്നു. സൈമൺ ഒരു ഭൂലോക ഉടായ്പാണെങ്കിലും അവൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ സത്യമാണ്. ആത്മാക്കളുണ്ട്, മരിച്ചുപോയവർ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. മേരിയുടെ മകൻ മൈൽസ് ഈ റൂമിലുണ്ട്, ഇപ്പൊ മേരിയോടൊപ്പം ഉണ്ട്. അവനാണ് ഇപ്പോൾ അവിടെ അങ്ങനെ എഴുതി വെച്ചതെന്ന് മേരി മനസ്സിലാക്കി. തുടർന്ന് സൈമണെ കൊടുക്കാൻ വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. അടുത്ത ദിവസം എല്ലാം പൊളിഞ്ഞ സ്ഥിതിക്ക് സൈമൺ ഇവിടുന്ന് പോകാം, കിട്ടിയ പണവും കൊണ്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിൽ ലാസ്റ്റ് ആയിട്ട് മേരിയോടൊന്ന് സംസാരിക്കാൻ വേണ്ടി അവളുടെ അടുത്ത് വരുന്നുണ്ട്. ഇന്നേരം മേരി സൈമണിന്റെ മുന്നിൽ ഒരു ഓഫർ വെച്ചു. നമ്മൾ ഇൻവെസ്റ്റേഴ്സുമായിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ മീറ്റിംഗും കൂടെ കഴിഞ്ഞു പോകാം, ഇനിയും അവർ ഫണ്ട് തരാതിരിക്കത്തില്ല, ഇനിയും കിട്ടാനുള്ള ഫണ്ടും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് ഇവള് തന്നെ പറഞ്ഞു. സൈമൺ ആലോചിച്ചപ്പോൾ കൊള്ളാലോ പരിപാടി, കുറച്ചുകൂടെ ഫണ്ട് കിട്ടും, ഓക്കെ റൈറ്റ് എന്നുള്ള രീതിയിൽ പുള്ളിയും സമ്മതിച്ചു. അങ്ങനെ ഇൻവെസ്റ്റേഴ്സിനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. അറ്റ്ലാസ്റ്റ് നമ്മുടെ മേരി സൈമൺ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം പറയുന്നുണ്ട്. സൈമണിന്റെ ആക്ടില്ലേ, ആ ഉഡായിപ്പ് ആക്ട്, മേരിയെ കൺവിൻസ് ചെയ്ത ആക്ട്, ആ ആക്ട് ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിൽ സൈമൺ ഇപ്പോൾ കാണിക്കാൻ പോവാണെന്ന്. അത് കേട്ടപ്പോൾ ഇവൻ്റെ ഒരു മാതിരി, അയ്യോ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. നീ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട സൈമൺ, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നീ ധൈര്യമായിട്ട് ചെന്നോ, ഇവരുടെ മുന്നിൽ നമുക്കത് കാണിച്ചു കൊടുക്കാം, ഇന്ന് തന്നെ മാക്സിമം ഫണ്ട് മേടിച്ചെടുക്കാം എന്ന രീതിയിൽ മേരി അവനെ റൂമിലേക്ക് തള്ളി പറഞ്ഞു വിട്ടു. എന്താണ് മേരിയുടെ ഉദ്ദേശം എന്ന് മനസ്സിലായല്ലോ. ആത്മാക്കൾക്ക് ഇവനെ ഇട്ട് കൊടുക്കുവാണ്. സൈമൺ ഇതൊന്നും വേണ്ടെന്ന് പറയാൻ പോലും പറ്റിയില്ല, കാരണം ഇൻവെസ്റ്റേഴ്സ് എല്ലാം നോക്കി നിൽക്കുമല്ലേ. അങ്ങനെ ആത്മാക്കളെല്ലാം കൂടെ കയറി സൈമണെ മേഞ്ഞൊരു പരുവമാക്കി. ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ കണ്ടില്ലേ, വല്ലാത്തൊരു വൃത്തികെട്ട കണ്ടീഷനിലേക്ക് അവൻ എത്തിയിട്ടുണ്ട്. അവൻ്റെ മുടിയെല്ലാം പോയി, ശരീരമാസകല മുറിവുകൾ ഉണ്ടായിരിക്കുന്നു. ആ മുറിവുകൾ ഓരോ ആളുകളുടെ പേരുകളും ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതുമാണ്. അതായത് സൈമണിന്റെ ശരീരം ഇങ്ങനെ കുത്തി കീറി ഓരോരോ പേരുകൾ അവൻ്റെ ശരീരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. സ്പിരിറ്റ്സ് എല്ലാം കൂടെ അവനെ കൊല്ലാകൊല ചെയ്തു. അവൻ ചെയ്തതിനെല്ലാം അവന് തിരിച്ചു കൊടുത്തു. അറ്റ് ലാസ്റ്റ് ഇങ്ങനെ ചാവാതെ ചത്ത് കിടക്കുന്ന സൈമണിന്റെ അടുത്ത് മേരി ചെല്ലുമ്പോൾ ഇത്രയും നാൾ ഇവളോട് ചെയ്തതിനൊക്കെ അവൻ സോറി പറയുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഇനി നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് മേരിയും പറയുന്നുണ്ട്. അതോടെ മൈൽസ് എന്ന ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുവാണ്. അടുത്ത ചാപ്റ്ററാണ് ബെനറ്റ്. നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടില്ലേ, ആ ഒരു ലൈബ്രറിനെ കൊല്ലുന്ന ബെനറ്റ്. അവൻ്റെ സ്റ്റോറി എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു കാർഡ്സിൽ, ഈ ഒരു എൻഡ് ക്രെഡിറ്റ്സിൽ ക്ലിക്ക് ചെയ്യാം.